ആളുടെ ഷർട്ടിൽ കൂടെ എന്നെ കൂട്ടി പിടിച്ചു വെച്ചിരുന്നു. എൻ്റെ അടുത്ത് സെക്യൂരിറ്റിമാരെ എല്ലാവരും ഓട്ടർമാരൊക്കെ ഓടി വന്നിട്ട് എൻ്റെ പറഞ്ഞു വിട്ടോ കുഴപ്പമില്ല വിട്ടോ, ആളൊന്നും ചെയ്തിട്ടില്ല നീയൊക്കെ തോന്നുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നാൻ നീ പ്രാന്തുണ്ടോന്ന് ചോദിച്ചു ഞാൻ. അങ്ങനെ ലാസ്റ്റ് പിന്നെ പറഞ്ഞ് ഞാൻ ആളും പറഞ്ഞു ഞാൻ പോകത്തില്ല ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിവിട്ടിട്ട് ഞാൻ പറഞ്ഞ് നീ പോലീസ് സ്റ്റേഷൻ ഞാൻ കയറ്റി, ഞാൻ മീഡിയക്കാരെ വിളിക്കും, ഞാൻ മീഡിയ വർക്ക് ചെയ്ത ആളാണ്, ഞാൻ വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് പോലീസുകാർ വന്നു, സെക്യൂരിറ്റിക്കാർ വന്നു, അവരെ പിടിച്ചോണ്ട് പോയി അടിച്ചെന്ന് പറഞ്ഞു. അടിച്ചെന്ന് ഞാൻ കണ്ടിട്ടില്ല, അവർ പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ. അതിനുശേഷം ആൾ റിമാൻഡിലുണ്ടെന്നൊക്കെ ഗൈനക്കോളജി ഒന്ന് പറഞ്ഞ ശേഷമാണ് ഞാൻ റിമാൻഡിലുള്ളോന്ന് ഞാൻ അറിഞ്ഞത് തന്നെ. എന്നിട്ട് ആളിനെ വെടിവെച്ച് അവിടെ വെച്ച് കൊന്നു കളയണവന്മാരെയൊക്കെ. പിന്നെ ഈ ഏരിയയിലെ ഈ ഭൂമിയിലെ വെക്കാൻ പാടില്ല അവന്മാരെയൊക്കെ. ചത്ത ശവത്തിനെ പോലെ അവന്മാരെ വെറുതെ വിടത്തില്ല. അത്രയും വികാരിയാതെ കാരണം തന്നെയാണ് അവന്മാർ ഇതൊക്കെ ചെയ്തത്. ഈ കേസിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ഡോക്ടർമാർ നല്ല സമ്മർദ്ദം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്റെ ബലമായ സംശയമുണ്ട് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ആരെയും ബന്ധുവാണെന്ന്. അതുകൊണ്ട് 2 ദിവസം 11-ാം തീയതി എന്നെ ഡിസ്ചാർജ് ആക്കിയതായിരുന്നു. ഇപ്പൊ 12-ആയി 13-ആയി 2 ദിവസം കൊണ്ട് എന്നെ പിടിച്ചിട്ടിക്കുമായിരുന്നു. ഇപ്പൊ വെറും തറയിലാണ് കിടത്തിക്കൊണ്ടിരുന്നത്. ഇന്നലെയാണെങ്കിൽ എന്റെ കൈ കൂടെ വീൽചെയർ വരെ കയറിപ്പോയി. എന്നിട്ട് ഡോക്ടർമാർ പോലും ഒന്നും വന്ന് നോക്കിയിട്ടില്ല എന്നെ ഒന്ന്.